പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളും ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് നീതു, ഇത് പാറുക്കുട്ടിയാണ്. പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണേ. ഞങ്ങൾ ചെന്നൈയിൽ ആണ് താമസിക്കണേ. അപ്പോൾ നമ്മുടെ കുഞ്ഞ് അപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ ലൈഫാണ് കേട്ടോ വ്ളോഗിലൂടെ കാണണേ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ പുതിയ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ മോർണിംഗ് റൂട്ടീനും ഒക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇന്ന് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതും ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനും ഒക്കെ ആയിട്ട് ഇന്നൊരു സൺഡേ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാറുതാ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇവിടെ എൻ്റെ കൂടെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. ഷൈജേട്ടനൊന്ന് പുറത്ത് പോയേക്കാണ്, ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത കടയിലൊന്നും പോയേക്കുവാണ്. അപ്പോൾ പാറുമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക, ഉറക്കിപ്പിച്ചിരിക്കുക കേട്ടോ. ഉറങ്ങി അവൾ ഇച്ചിരി നേരം കൂടെ കിടക്കാറുണ്ട്, പക്ഷേ ഇന്ന് നേരത്തെ അങ്ങോട്ട് എഴുന്നേറ്റു. അപ്പം അതിൻ്റെ ഒരു ഉറക്കപ്പിച്ച് ശരിക്കും അങ്ങോട്ട് പോയിട്ടില്ല അല്ലേ പാറുമ്മ? ഒരു ഗുഡ് മോർണിംഗ് പറയോ? ഗുഡ് മോർണിംഗ് തന്നെ പറയ്. ഇവിടെ ചൂട് തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ? ഇപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ചൂട് തോന്നുന്നുണ്ട് കേട്ടോ. മാർച്ച് ഓരോ ദിവസം കഴിയുന്നതോറും ചൂട് ഇച്ചിരി കൂടി വരുന്നുണ്ട്. എന്നാലും വൈകുന്നേരം ആകുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. നാട്ടിലത്രയും ഇങ്ങനെ എന്താ പറയുക, അപ്പച്ചെമ്പിലൊക്കെ നമുക്ക് പുഴുങ്ങുന്ന ടൈപ്പ് ഒരു എഫക്റ്റ് അല്ലേ നാട്ടിൽ? അതില്ല കേട്ടോ ഇവിടെ. പക്ഷേ ഈ പോകെ അതിങ്ങനെ വരും. പിന്നെ നമുക്ക് ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല. അങ്ങനെ സൺഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഗ്രീൻ പീസ് കറിയാണ്. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ഗ്രീൻ പീസ് കറി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു സിമ്പിൾ സ്റ്റൈലാണ്. എപ്പോഴും ഞാൻ ഇങ്ങനെയല്ല ഉണ്ടാക്കുക, മാറി ഉണ്ടാക്കും. ഇത് പാറുന് ഇഷ്ടമുള്ളൊരു കറിയാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരു ജിഞ്ചർ വാട്ടർ ഞാൻ കുടിക്കാറുണ്ട്. വേറെ ഒന്നുമല്ല, ഇഞ്ചി നന്നായിട്ട് ചതച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒരു 5-6 മിനിറ്റ്. അതിനുശേഷം അതിൽ നാരങ്ങാനീരും തേനും ചേർത്ത് കഴിക്കാം, അല്ലെങ്കിൽ നാരങ്ങാനീരും കുറച്ച് ഒരു നുള്ളു മഞ്ഞളും കൂടി ചേർത്ത് കഴിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് തേൻ ചേർത്തിട്ടാട്ടോ കഴിക്കണേ, നാരങ്ങാനീരും തേനും. മഞ്ഞൾ കഴിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി കടയിൽ നിന്ന് വാങ്ങിച്ചത് വേണ്ട. നമ്മൾ വിശ്വാസമായിട്ട് എവിടെന്നെങ്കിലും പൊടിച്ചത് നല്ലതായിട്ട് വാങ്ങിച്ചതോ അല്ലെങ്കിൽ നമ്മൾ തന്നെ പൊടിച്ചതോ ആണെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ചേർത്ത് കുറച്ച് ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഞാൻ വേവിക്കാൻ വെക്കണേ കേട്ടോ. ഈ ഗ്രീൻ പീസ് കറി ഒരുപാട് രീതിയിൽ നമുക്ക് വയ്ക്കാമല്ലോ. മസാല ഇട്ട് വയ്ക്കാം, തേങ്ങ അരച്ച് വയ്ക്കാം, അതല്ലാതെ അധികം മസാലയില്ലാതെ തേങ്ങാപ്പാൽ ഒഴിച്ച് വയ്ക്കാം, ഇനി മസാല ഇട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് വയ്ക്കാം, ഇതൊന്നുമില്ലാതെ സിമ്പിളായിട്ട് വയ്ക്കാം. അങ്ങനെ കുറേ ടൈപ്പും ഈ ഗ്രീൻ പീസ് വയ്ക്കാൻ പറ്റും. കടകളിലൊക്കെ കിട്ടുന്ന കറി വേറൊരു രീതിയിലായിരിക്കും. പിന്നെ തക്കാളി ഇട്ട് വയ്ക്കാം. അങ്ങനെ ഞാൻ പല രീതിയിലും പരീക്ഷിക്കാറുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന രീതി ഭയങ്കര സിമ്പിളായിട്ടുള്ള രീതിയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ. പിന്നെ നമ്മുടെ വെള്ളം തിളച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് നോർമൽ വാട്ടർ കുടിക്കും. ഒരു ഗ്ലാസ് അല്ല, അത്യാവശ്യം ഒരു 1.5 ഗ്ലാസോളം 2 ഗ്ലാസോളം കുടിക്കും കേട്ടോ. അതാണ് രാവിലെ കുടിക്കുക. അതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴാണ് ഈ വെള്ളം തിളച്ചൊന്ന് ചെറുതായിട്ട് ആറിയതിന് ശേഷമല്ല നമുക്ക് തേനൊക്കെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ശേഷമാണ് ഇത് കുടിക്കുക. പക്ഷേ ചായ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ചായ ഞാൻ കുടിക്കില്ല കേട്ടോ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം മാത്രമേ ഒരു ചായ കുടിക്കുകയുള്ളൂ. ഇത് ഷൈച്ചേട്ടന് ഇപ്പം തന്നെ കൊടുക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും നട്ട്സ് കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബദാം കഴിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് നല്ല ഈ നെയ്യ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ നെയ്യ് വെറും വയറ്റിൽ കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. കൊളസ്ട്രോൾ കൂടുന്നുള്ള പേടിയൊന്നും വേണ്ട, വളരെ കുറച്ചേ കഴിക്കാവുന്നുള്ളൂ. അപ്പോൾ നല്ല നെയ്യായിരിക്കണം. ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊന്നും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ ചായ എടുത്തു. ഇനിയിപ്പോൾ ഷൈച്ചേട്ടന് ചായ കൊടുക്കട്ടെ കേട്ടോ. ആളവിടെ ഇരുന്ന് ഇന്നിപ്പം സൺഡേ അല്ലേ, അപ്പോൾ നമ്മുടെ പേപ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കടയിൽ പോകുമ്പോൾ ആൾ പേപ്പർ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ ഇന്നിപ്പോൾ പേപ്പറൊക്കെ വായിച്ചിട്ട് ചായ കുടിക്കാൻ പോവാണ് ആൾ. ഞാൻ കറിക്കുള്ള അരപ്പുണ്ടാക്കുക കേട്ടോ. ഇതിൽ പെരുംജീരകം പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പെരുംജീരകം അങ്ങനെ തന്നെ ചേർത്താൽ ചിലപ്പോൾ ഭയങ്കരമായിട്ടൊന്നും ഇതിന് അരയണ്ട, അപ്പോൾ അങ്ങോട്ട് അരയാത്ത പോലെ തോന്നും. അപ്പോൾ ഞാനിന്ന് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇടണം കേട്ടോ. നമ്മുടെ അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അപ്പം ഒരു സിമ്പിൾ അപ്പമാണ് കേട്ടോ. ഞാനിതിൻ്റെ ഒരു സീക്രട്ട് പറഞ്ഞു തരാമേ, അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അപ്പം കിട്ടും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. എന്നാൽ ഞാനിത് തലേദിവസം കലക്കി വയ്ക്കുന്ന
പരിപാടിയൊന്നും ഇല്ലാത്തൊരപ്പമാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ കേട്ടോ. പിന്നെന്താ, ഒരു സസ്പെൻസ് ഇരിക്കണത് നല്ലതല്ലേ, അതുകൊണ്ടാട്ടോ, വേറൊന്നുമല്ല. അങ്ങനെ അപ്പം ഒക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ലേസ് പോലെ വരുമ്പം നല്ല രസമല്ലേ കാണാൻ. എനിക്ക് ഈ വെള്ളയപ്പം ഇങ്ങനെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളിങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ അത് ലേസ് പോലെ നന്നായിട്ട് ഇങ്ങനെ ഗോൾഡൻ കളറിൽ വന്ന് അതിങ്ങനെ പയ്യെ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. പിന്നെ ഞാൻ തേനൊക്കെ ചേർത്തിട്ട് വെള്ളം കുടിക്കാൻ പോവാണ്. ആറിക്കഴിയുമ്പോഴല്ലേ നമുക്ക് തേൻ ചേർക്കാൻ പറ്റുള്ളൂ. തേൻ ചൂടോടുകൂടെ അങ്ങനെ ചൂടാക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിൽ അങ്ങനെ ചേർക്കാറില്ല കേട്ടോ. ഒന്ന് ആറിക്കഴിഞ്ഞിട്ടാണ് തേനും നാരങ്ങാനീരും ഒക്കെ ചേർത്തിട്ട് കുടിക്കുക. അപ്പോൾ പണിയുടെ ഇടയ്ക്ക് വേണം കുടിക്കാനായിട്ട്. അതിന് ഞാൻ പ്രത്യേകിച്ച് സമയമൊന്നും കണ്ടെത്താറില്ല. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ അങ്ങ് കുടിച്ച് തീർക്കും. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ. ചായ കുടിക്കാൻ തന്നെ നമുക്ക് രാവിലെ സമയം കിട്ടില്ല. കെട്ടിയവനൊക്കെ ചായ കൊണ്ടു കൊടുക്കും. മക്കൾ വലുതാണെങ്കിൽ അവർക്കും കൊണ്ടു കൊടുക്കും ചായ. നമ്മൾ ചായ കുടിക്കൽ ചിലപ്പം തണുത്ത് പോയിട്ടുണ്ടാവും. എല്ലാ വീട്ടിലെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, നമുക്ക് കുറച്ച് സമയമൊക്കെ നമ്മൾ കണ്ടെത്തി കുടിക്കുക തന്നെ വേണം. അങ്ങനെയാട്ടോ എനിക്ക് തോന്നണേ. അപ്പോൾ അത് ആ കറി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ അരച്ച അരപ്പൊക്കെ ചേർത്തു. മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഈ ഒരു കളറ് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഞാനങ്ങനെ ചെയ്തതാണ്. അപ്പോൾ പാറു അവിടെ കറിഞ്ഞ് വെള്ളമുണ്ടാക്കി എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അവിടെ റിമോട്ട് ചോദിച്ചിട്ട് ഷൈച്ചേട്ടൻ കൊടുത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കരഞ്ഞ് എൻ്റെ അടുത്ത് അമ്മ എനിക്ക് തരണില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരാതിയൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് ഓടി വന്നതാണ്. അപ്പോൾ ഇത്ര നേരം പരിപാടികളൊക്കെ പാറുവിനെ എടുത്തോണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പണികളൊന്നും തീർന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അത്യാവശ്യം ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ താളിച്ചിടാനായിട്ട് കറിയൊക്കെ തിളച്ച് ഞാൻ മാറ്റിയായിരുന്നു. ഇതിൽ കടുകൊന്നും ഞാൻ ചേർക്കാറില്ല കേട്ടോ. എനിക്ക് എല്ലാ കറിയിലും കടുക് ചേർക്കുന്ന സ്വഭാവമില്ലേ. ഈ കറി കടുക് ഞാൻ ഇടാറില്ല. അങ്ങനെ വറ്റൽമുളകും വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യണേ. വറ്റൽമുളകും കരിവേപ്പിലയും മാത്രം ഇട്ടിട്ടാണ് നമ്മൾ താളിക്കണേ. എന്നിട്ട് ഞാൻ അപ്പം തന്നെ അടച്ചു വയ്ക്കും. ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ പറയാറുണ്ട്, ഇങ്ങനെ വറവ് ഒഴിച്ചിട്ട് അപ്പം തന്നെ അടച്ചു വയ്ക്കുമ്പോൾ ആ വെളിച്ചെണ്ണയുടെയൊക്കെ ഫ്ലേവർ ശരിക്കും ആ കറിയിലേക്ക് ഇങ്ങനെ ഇറങ്ങും കേട്ടോ. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് മൊത്തം അങ്ങ് പരന്ന് പോവും. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ കറി ആയി. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പം ഗ്രീൻ പീസ് കറിയും. അപ്പോൾ ആറും ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചോളൂ. അപ്പോൾ ഞാനതാണ് അവൾക്ക് ഇങ്ങനത്തെ ഇഷ്ടമുള്ള കറികളൊക്കെ കൂടെ ഞാനിതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തൊക്കെ കൊടുക്കണേ. നമുക്ക് ഇഡ്ഡലിയും പിന്നെ സാമ്പാർ, ദോശ, സാമ്പാർ ഒക്കെയാണ് അവൾക്കിഷ്ടം. ഈ ചട്നി ഒന്നും കഴിക്കാനായിട്ട് ആൾക്ക് താല്പര്യമില്ല കേട്ടോ. ഞാൻ വിചാരിച്ചവർക്ക് കറുത്ത കറികളോടാണ് ഇഷ്ടമില്ലാത്തതെന്ന്. പക്ഷേ സാമ്പാർ കഴിക്കും. ചട്നി വെള്ളയാണെങ്കിലും ചുമപ്പാണെങ്കിലും ഒന്നും ഇപ്പോൾ കഴിക്കലില്ല. അങ്ങനെ അപ്പവും കറിയൊക്കെ വിളമ്പി ചായയൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്കിനി കുറേ പരിപാടികളുണ്ട്. ഉച്ചയാകുമ്പോൾ ഷൈച്ചേട്ടന് സിനിമയ്ക്ക് പോകണം. അപ്പോൾ അതിനുള്ളിൽ ലഞ്ച് റെഡിയാക്കണം. അല്ലെങ്കിൽ ഒരു ഇച്ചിരി ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കാം. ഇത് ഞാൻ സാറ്റർഡേ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാറ്റർഡേ എനിക്ക് ഭയങ്കര ഒരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. നല്ലൊരു ദിവസമായിരുന്നു. കാരണം ഒരു 2.5 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട ദിവസമായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ വിരലിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. അതിലൊരാളാണ് കേട്ടോ രേഖ. അപ്പോൾ അവളും ഫാമിലിയും ഇവിടെ ചെന്നൈയിൽ വന്നപ്പോൾ ഞങ്ങൾ കണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ. ഞാൻ ഈ ഫോട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് രേഖ. അവളുടെ മകനാണ് റയാൻഷ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം കേട്ടോ. അപ്പോൾ ഞാനിത് അവരെ കണ്ടിട്ട് തിരിച്ചു വരണ വഴിക്ക് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ശരവണ സെൽവരത്നം എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്ന് കേട്ടോ വാങ്ങിച്ചത്. ഒരു വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണിത്. അപ്പോൾ എനിക്ക് നല്ല റേറ്റിൽ തന്നെയാണ് കേട്ടോ ഇത് കിട്ടിയത്. ആ വൈറ്റിന് ഒരു 164, ഇതിന് 75 രൂപയാണ് ആയത്. നല്ല റേറ്റ് അല്ലേ ഇത്. വലിയ കൂടുതലും അല്ല, എന്നാൽ ഭയങ്കര കുറവല്ല എന്നാണ് എനിക്ക് തോന്നണേ. അത്യാവശ്യം കുറവ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് സാധനത്തിന്. അപ്പോൾ അവിടെ ഒരുപാട് കളക്ഷനും ഉണ്ടായിരുന്നു. പിന്നെ അതിപ്പോൾ കഴുകിയെടുത്ത് ഇനി ഉപ്പൊക്കെ ഇട്ട് വയ്ക്കണം. എപ്പോഴും ഞാൻ ഈ അടുക്കളയിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിക്കും കേട്ടോ. കുഞ്ഞിപ്പിൻ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ എന്നാലും ഇങ്ങനെ ക്യൂട്ടായിട്ടൊക്കെയുള്ള കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കാനായിട്ടുള്ളൊരു വല്ലാത്തൊരു ടെൻഡൻസിയാണ്. പിന്നെ ഞാൻ എല്ലാം ഇങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കും. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി കഴിയുമ്പോൾ ഇനിയും ഞാൻ അറേഞ്ച്മെൻറ്റൊക്കെ പയ്യൊന്ന് മാറ്റേണ്ടി വരും.
പിന്നെ നമ്മൾ ബീഫാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കണേ. അപ്പോൾ ഷൈജേട്ടൻ ഇന്ന് രാവിലെ പോയപ്പോൾ കുറച്ച് ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുവാണേ. എൻ്റെ പേസ്റ്റ് ഇരിക്കുന്നത് തീർന്നായിരുന്നു. പിന്നെ കുറച്ച് കാന്താരി ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ നന്നായിട്ട് തന്നെ കരിവേപ്പില ചേർക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. എൻ്റെ നാട് മുളകുകാടാട്ടോ. ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. മുളകുകാട് എന്ന് പറഞ്ഞാൽ ബോൾഗാട്ടി പാലസ് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. ആ ബോൾഗാട്ടി പാലസ് ഇരിക്കുന്ന ആ ഒരു ഐലൻഡ് ആട്ടോ മുളകുകാട്, ഇങ്ങനെ നീളത്തിലുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് വല്ലാർപാടൊക്കെ വരുന്ന ഒരു ഗോശ്രീ ബ്രിഡ്ജൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെയാണ് എൻ്റെ നാട്. ഞാൻ ജനിച്ചു വളർന്ന അവിടെ കേട്ടോ. അപ്പോൾ അവിടെ കൂടുതലും ആംഗ്ലോനിയൻസും ലാറ്റിൻസും ഒക്കെയാണ് കൂടുതലും ക്രിസ്ത്യൻസ് ഉള്ളത്. അപ്പോൾ അവർ മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. സാറ്റർഡേ ഈവനിങ് ആകുമ്പം ബീഫ് വാങ്ങിക്കും. എന്നിട്ട് ഇതുപോലെ വേവിച്ച് വറ്റിച്ചിടുക എന്നാണ് പറയുക. എന്നിട്ട് പിറ്റേ ദിവസം ആയിരിക്കും മിക്കവാറും അത് കറിയാക്കുക കേട്ടോ. ചീത്ത പോകുന്നില്ല, നന്നായിട്ട് തന്നെ ഇരിക്കും. ഇതുപോലെ കഴിക്കാനും ആ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചുകൊണ്ട് ഇതുപോലെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാട്ടോ. ഒന്ന് പരീക്ഷിച്ച് നോക്കാം. പച്ചക്കറിയായിട്ട് ഇന്ന് ഉണ്ടാക്കണ ഒരു തോരനാട്ടോ, ബീൻസ് തോരൻ. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ പച്ച ബീൻസ് ആട്ടോ കിട്ടുക. നമ്മുടെ അവിടെയുള്ള വെള്ള ബീൻസ് ഇല്ലേ, അതിവിടെ കിട്ടുകയില്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്ന് ബീൻസ് തോരനും ബീഫുമാണ് കേട്ടോ. അങ്ങനെ കൊച്ചുള്ളി ബീഫിലിടാനായിട്ടാട്ടോ അരിയണേ. ഇത് നന്നാക്കി ക്ലീൻ ചെയ്ത് തന്നത് ഷൈച്ചേട്ടനാണേ. അപ്പോൾ രാവിലെ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ ഷൈച്ചേട്ടൻ തന്നെ പറഞ്ഞു കൊച്ചുള്ളി ഇട്ട് വെച്ചാൽ നന്നായിരിക്കുമല്ലോ, എന്നാൽ ഞാൻ ക്ലീൻ ചെയ്ത് തരാം. അങ്ങനെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഷൈച്ചേട്ടനാണ് എനിക്ക് ക്ലീൻ ചെയ്ത് തന്നെ. അപ്പോൾ ബീൻസ് തോരൻ ഇന്ന് ആക്കാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കോംബോ നമ്മൾ ലഞ്ച് ഉണ്ടാക്കുമ്പോൾ ഞാൻ കറികൾ എങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് വെച്ചാൽ, നല്ല എരിവുള്ള ചാറുള്ള ഒരു കറിയാണ്. ഇപ്പം മീൻ കറിയോ ഇതേപോലെ ബീഫ് ഇച്ചിരി ചാറായിട്ടൊരു ബീഫ് റോസ്റ്റ് മാറി എടുക്കണേ. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അധികം എരിവില്ലാതെ ഒരു തോരനൊക്കെ ആക്കിയെടുക്കും. തേങ്ങ ഇടാതെയാണല്ലോ നമ്മൾ ചാറ് കറിയൊക്കെ ഉണ്ടാക്കിയേക്കണമെന്നുണ്ടെങ്കിൽ. അതല്ല, ചാറുകറി ഇപ്പം അധികം എരിവില്ലാതെ തേങ്ങയൊക്കെ ഇട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ തോരനാക്കില്ല, മെഴുക്കുവരട്ടിയാക്കും. അപ്പോൾ ഒരു കോമ്പിനേഷൻ വരുമല്ലോ. കാരണം എല്ലാത്തിലും തേങ്ങ ഇട്ട് കഴിക്കുമ്പോൾ ആ സ്വാദും സിമിലർ ആയിരിക്കും. പിന്നെ തേങ്ങ ഒരുപാട് കഴിക്കാനും പാടില്ല. നമ്മൾ ഒരു പരിധി വരെയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോളൊന്നും അതുകൊണ്ട് വരില്ല. കൂടി പോകുമ്പോഴാണ് നമുക്ക് കൊളസ്ട്രോളൊക്കെ വരാം. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ കറികൾ ഉണ്ടാക്കുമ്പോൾ. എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ചെറിയ ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ട് ബീഫ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കാസ്റ്റ് അയണിൻ്റെ ഈ കടായിലാട്ടോ ഉണ്ടാക്കണേ. ഈ കാസ്റ്റ് അയണിൻ്റെ യൂസ് ചെയ്യുമ്പോഴൊരു ഗുണം എന്ന് പറഞ്ഞാൽ, ഇരുമ്പിൻ്റെ എല്ലാം യൂസ് ചെയ്യുമ്പോഴൊരു ഗുണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചൂട് നിൽക്കും. പ്രത്യേകിച്ച് കാസ്റ്റ് അയൺ ആകുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ ചൂട് നിൽക്കും കേട്ടോ. ഇച്ചിരി വെയിറ്റ് ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ സംഭവം ആയി കിട്ടും. ചെറിയ തീയിൽ വെച്ച് തന്നെ നമുക്ക് നന്നായി സ്പീഡിൽ കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ പൊടികളൊക്കെ എപ്പോഴും നാട്ടിൽ നിന്ന് കൊണ്ടുവരാറാണ് ചെയ്യുന്നത്. നമ്മൾ തന്നെ വാങ്ങി, ഇപ്പോൾ മല്ലിപ്പൊടിയാണിത്, മല്ലി വാങ്ങി പൊടിപ്പിച്ചിട്ട് ഞാനിതുപോലെ സിപ്ലോ കവറിലാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം ഇത് പകുതി കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ എടുത്തെടുത്ത് ഇപ്പോൾ ഇത്രയായി. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പൊടികളൊന്നും വാങ്ങിക്കാറില്ല. ഇവിടെ നല്ല നാട്ടിലാണെങ്കിലും നമ്മൾ പുറത്തുനിന്ന് പാക്കറ്റ് പൊടികളൊക്കെ ഒഴിവാക്കും. ഒട്ടും നമുക്ക് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ മില്ലിൽ നിന്ന് ഡയറക്റ്റ് പൊടിച്ചെടുക്കണത് കുറച്ച് വാങ്ങിക്കും. പിന്നെ നമ്മൾ തന്നെ വീട്ടിൽ ഇതുപോലെ കഴുകി ഉണക്കി പൊടിപ്പിക്കാറാണ് കേട്ടോ ചെയ്യണേ. പൊടികളിൽ ഒരുപാട് മായം ഉണ്ടെന്ന് പറയും. അതുകൂടാതെ തന്നെ നമ്മൾ കഴുകുന്ന പോലെയൊക്കെ കഴുകി പൊടിക്കുന്നത് സ്ഥലങ്ങളൊക്കെ ഭയങ്കര വിരളായിരിക്കുള്ളൂ. അപ്പോൾ സേഫായിട്ട് എപ്പോഴും നമ്മൾ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതിപ്പോൾ പാറും കൂടെ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്കിങ്ങനെ ഇവിടെ പൊടിപ്പിക്കാനായിട്ടുള്ള സമയവും സാഹചര്യവും ഒന്നും കിട്ടില്ല. പിന്നെ ഉണക്കാനൊക്കെ മേളിൽ കൊണ്ടുപോയിടണം. നമുക്ക് സമയം പോലെ ഓടിപ്പോയി എടുക്കാനൊക്കെ പറ്റില്ല കുട്ടിയുള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ പൊടിച്ചു കൊണ്ടുവരണേ. അപ്പോൾ ബീഫിന് ഉള്ളി ഒന്ന് മൂത്ത് വന്നപ്പോൾ, ഒന്ന് വഴന്ന് വന്നപ്പോഴേക്കും ഞാൻ മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും ഇട്ട് ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴാട്ടോ മുളക് പൊടിയിട്ട്. നമ്മൾ കുറച്ച് കാന്താരിയൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് കാര്യമായിട്ട് മുളക് പൊടിയൊന്നും ഇടണ്ട. ഇനിയിപ്പോൾ ഇത്തിരി കുരുമുളക് പൊടി ഇടാനും ഉണ്ട്. ഇത് പെരിഞ്ജീരകം പൊടിച്ചു വെച്ചതാട്ടോ. ഞാൻ പെരിഞ്ജീരകം കുറച്ച് പൊടിച്ചു വയ്ക്കും. എന്നിട്ട് കറികളിൽ കൂടുതലും മസാലയുടെ ഒരുപാട് മസാലപ്പൊടി ഗരം മസാല ഇടില്ല. കുറച്ച് ഇതിട്ട് കൊടുത്താൽ തന്നെ നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് പൊടിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ഞാൻ എപ്പോഴും ഇത് കരുതാറുണ്ട് കേട്ടോ. പുറത്ത് തന്നെ വെച്ചാൽ മതി, ചീത്തായി പോകുന്നില്ല. പിന്നെ ഗരം മസാല ഞാൻ ഇവിടെ തന്നെ പൊടിച്ചത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പെരിഞ്ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ നല്ലൊരു ഫ്ലേവറാട്ടോ. നമ്മൾ മീൻ വറുക്കുമ്പോഴൊക്കെയാണെങ്കിലും ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ചാളയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കരിവേപ്പില നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി
ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം നല്ല ഈസി ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. ഈ ബീഫിന് അത്യാവശ്യം വേവ് ഉണ്ടായിരുന്നു. ഒരു 3-4 വിസിൽ വേണ്ടി വന്നു. ചിലതൊക്കെ അധികം വേവ് ഉണ്ടാവില്ല, അങ്ങനെ കലങ്ങിയ പോലെ ആയിപ്പോവും. അപ്പം ഞാനൊന്ന് നോക്കിയിട്ടാണ് എടുത്തത്. അങ്ങനെ അത്യാവശ്യം വെന്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാനിതിലേക്ക് ചേർത്ത്. അപ്പോൾ നമുക്ക് ഇത്തിരി ഗ്രേവിയിലാട്ടോ ഞാൻ വെക്കണേ, ഒരു തിക്ക് ഗ്രേവി എന്നുള്ള രീതിയിലാണ് വെക്കണേ. അപ്പോൾ ഞാൻ പാത്രം കൂടെ ഒന്ന് കഴുകിയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു. പക്ഷേ കുറച്ചും കൂടെ ഗ്രേവി വേണം, തിളച്ച് വരുമ്പോൾ ഈ പരിവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഗ്രേവി വേണം. അത് കാരണം ഞാൻ ഇത്തിരി ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കൊരു ഇത്തിരി കുരുമുളക് പൊടി ഇടാനുണ്ട്, അതുപോലെ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ടുണ്ട് ഒരു പുളിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി ഇതേപോലെ ബീഫിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഞാനിങ്ങനെ ഏറ്റവും അവസാനം ചേർക്കുള്ളൂ കേട്ടോ. അപ്പോൾ ശരിക്കും ആ കുരുമുളകിൻ്റെ ഫ്ലേവർ നമുക്ക് ശരിക്കും കിട്ടും. കുരുമുളക് പൊടി ചേർത്ത് തക്കാളിയും കൂടി ചേർത്ത് ഒരു 5-10 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മൂടി വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ശരിക്കും അങ്ങോട്ട് ഇറങ്ങും. മസാലപ്പൊടിയൊക്കെ നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഗരം മസാല എടുത്ത് ചേർത്ത് കൊടുക്കാം. എനിക്ക് അത്യാവശ്യം പാകമായിരുന്നു, ഉപ്പും എല്ലാം പാകമായിരുന്നു. അപ്പോൾ ഇതും കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ തക്കാളി ആദ്യം ചേർക്കാതിരുന്നത്, വേവിക്കുമ്പോൾ ചിലപ്പോൾ ചേർക്കും ചില ആൾക്കാർ, പക്ഷേ എനിക്ക് ഇങ്ങനെ ചേർക്കുന്ന കേട്ടോ കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ അങ്ങനെ തന്നെ അതിങ്ങനെ ഒന്ന് വെന്ത് കിടക്കും. ഒന്ന് 10 മിനിറ്റ് ഒന്ന് കുക്കായി കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നാൽ കലങ്ങിപ്പോവില്ല. അപ്പോൾ അതങ്ങനെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചേർക്കണേ. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഈ ബീഫ് ഇങ്ങനെ തിളക്കുമ്പോൾ ശരിക്കും നമുക്കല്ല ഇതിൻ്റെ സ്മെല്ല് പരിസരത്തുള്ള ആൾക്കാർക്കായിരിക്കും കേട്ടോ, നല്ല അടിപൊളി ഒരു സ്മെല്ല് വരും. അങ്ങനെ ഷൈച്ചേട്ടന് സിനിമയുടെ സമയമായപ്പോഴേക്കും ആൾക്ക് മാത്രം ഞാൻ എന്താ കൊടുക്കുവാണ് കേട്ടോ. കറി ഓഫ് ചെയ്തു, അല്ല സ്റ്റവ് ഓഫ് ചെയ്തു, എന്നിട്ട് ഞാൻ ആൾക്ക് ചോറ് കൊടുക്കുവാണേ. അങ്ങനെ കഴിച്ചിട്ട് വേഗം പോവാണ്. അപ്പം ഞാൻ സമാധാനമായിട്ടിരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഷൈച്ചേട്ടൻ തന്നെ കഴിച്ചിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ. ചോറ്, നാരങ്ങ അച്ചാർ, ഇത് ഞാൻ ഉണ്ടാക്കിയതാട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട് ഞാൻ ഉണ്ടാക്കിയതാണെന്ന്. ആദ്യമായിട്ട് ഉണ്ടാക്കി ശരിയായതിൻ്റെ സന്തോഷം കൊണ്ടാണ്. പിന്നെ ബീൻസ് തോരൻ, ബീഫ് കറി, പിന്നെ 2 പപ്പടം ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്തു. അങ്ങനെ ഞാൻ തന്നെ ഇരുന്ന് കഴിക്കുക കേട്ടോ. സൺഡേ ഒക്കെ തന്നെ ഇരുന്ന് കഴിക്കണത് എനിക്ക് ഭയങ്കര ബോറിങ് കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് കറിയൊക്കെ ആയിരിക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഷൈച്ചേൻ്റെ കൂടെ വർത്താനം പറഞ്ഞിരുന്ന് അതിൻ്റെ അഭിപ്രായമൊക്കെ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷനൊക്കെ നടത്തി അങ്ങനെയൊക്കെ ആയിരിക്കും കഴിക്കുക. എന്തായാലും ഇന്ന് ഊണ് കഴിച്ചപ്പോൾ എനിക്ക് ഷൈച്ചേനെ നന്നായിട്ട് മിസ് ചെയ്തു കേട്ടോ. ആളിപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ തന്നെയാണ് കഴിക്കുക. എന്നാലും വീക്കെൻഡ്സ് മിക്കവാറും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും കേട്ടോ കഴിക്കുക. അത് കഴിഞ്ഞിട്ട് പാറുവിന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചോറ് കൊടുത്തത്. അന്നേരം അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ പിള്ളേർക്ക് ഈ വേണ്ടാന്ന് പറയുമ്പോൾ നമ്മൾ നിർബന്ധിച്ച് കൊടുക്കുമ്പോൾ പിന്നെ ഒട്ടും കഴിക്കില്ല. ഇത്തിരി കഴിഞ്ഞപ്പം വിശന്നപ്പോൾ അവൾ തന്നെ ചോദിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കിടക്കും കേട്ടോ. പാറു പൊട്ട് തൊടാൻ പോവാണേ. അപ്പോൾ പാറുവിന് പൊട്ട് തൊട്ട് എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അവൾക്ക് പൊട്ട് തൊടുന്നത് ഭയങ്കര കാര്യമാട്ടോ. ചാന്ത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ കളർഫുള്ളായിട്ട് ഇപ്പോൾ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടൊക്കെ ഞാൻ തൊട്ട് കൊടുക്കും. പണ്ട് ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് തൊട്ട് തരുമായിരുന്നു കേട്ടോ, ഇങ്ങനെ ശിങ്കാറും ചാന്തൊക്കെ വെച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഷൈച്ചേട്ടൻ ഇനി കുറച്ച് കഴിയുമ്പോൾ വരും. പാറുവിന് തൊട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പാടുപെട്ടു കേട്ടോ. പക്ഷെ അവൾ മര്യാദ നിൽക്കണ്ടായിരുന്നില്ല. ഉറങ്ങി എഴുന്നേറ്റ് അത് കഴിഞ്ഞ് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ടും ആളിങ്ങനെ എന്തോ ഒരു എന്താ പറയുക, ചില പിള്ളേർ അങ്ങനെ ആയിരിക്കുമല്ലോ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കേൾക്കാതെ വേറെ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുന്ന രീതിയിലായിരിക്കും. അങ്ങനെയായിരുന്നു കേട്ടോ പാറു കുറച്ച് നേരം. അതിന് ഷൈച്ചേട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്ന പലഹാരങ്ങളാട്ടോ. നമ്മുടെ നാട്ടിലെ ബോളിയില്ലേ, അത് തന്നെ ഇവിടെ 2 രീതിയിൽ കിട്ടും. തേങ്ങ ഇങ്ങനെ ഫില്ലിങ് ഉള്ളിൽ വെച്ചതും പിന്നെ മറ്റേ പരിപ്പിൻ്റെയും കിട്ടും. ഇത് തേങ്ങയുടെ ആട്ടോ, നല്ല ടേസ്റ്റാണ് ചുമ്മാ കഴിക്കാനായിട്ട്. അതുകൂടാതെ തട്ടയെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ഉഴുന്നിൻ്റെ ആട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. സാറിന് കടയിലൊക്കെ കിട്ടും, അരിയുടെയൊക്കെ കിട്ടും. ഇത് ഉഴുന്നിൻ്റെ ആണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, എന്താ പറയുക, ഹെൽത്തി ആയിട്ടിരിക്കുക. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.